ഒരാളെ ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ അല്ല, നിങ്ങൾക്ക് അവിടെ പോകുമ്പോഴും റോഡിലാണ് ഓടാൻ കിട്ടുന്നതെങ്കിൽ, അല്ല സ്റ്റേഡിയം കിട്ടുന്നതെങ്കിൽ റോഡിൽ ഓടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടത് സൈഡ് ചേർന്ന് ഓടണം. ഇനി ഒരാളെ ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ വലത് സൈഡിൽ കൂടെ കട്ട് ചെയ്തേ കയറാവും. കാര്യം ഇടത് സൈഡിൽ അവരുടെ സ്പേസ് തരത്തില്ല, നമുക്ക് സമയം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് വലത് സൈഡിൽ കൂടെ കട്ട് ചെയ്ത് കയറിയിട്ട് പിന്നെ ഇടത് സൈഡ് ഓടി ചേർന്ന് വിടണം. ഇനി നിങ്ങൾക്ക് സ്റ്റേഡിയം കിട്ടുന്നെങ്കിൽ ഇങ്ങനെ പല റിങ്ങുകളായിട്ട് കാണും സ്റ്റേഡിയം. മനസ്സിലായില്ലയോ? നമ്മൾ എങ്ങനെ റിങ്ങിൽ നിന്ന് അകന്നു പോകുന്നോ, അത് ഇൻസൈഡിന് അകന്നകന്ന് പോകുന്നോ അത്രയും നമ്മുടെ ഡിസ്റ്റൻസ് വർദ്ധിപ്പിക്കും, സമയം പോവും, സ്റ്റെപ്പുകൾ കൂടുതൽ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിനും ഈ പറഞ്ഞ പോലെ ഇടത് റിങ് ആ ഗ്രൗണ്ടിനോട് ചേർന്നുള്ള ഇടത് സൈഡ് ചേർന്ന് ഓടണം. പക്ഷേ കൂട്ടമായിട്ട് ഓടുകയാണെങ്കിൽ ആ കൂട്ടത്തിൻ്റെ വലത് സൈഡിൽ കൂടെ ക്രോസ് ചെയ്ത് കയറണം. സ്പീഡ് കൂട്ടണം. അവിടെ കയറി കഴിഞ്ഞിട്ട് നമ്മൾ നിങ്ങളുടെ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അല്ല ഇവർ സ്പേസ് തന്നിട്ട് കയറാം അങ്ങനെ വിചാരിക്കും. നമുക്ക് ക്വാളിഫൈ ആവുക എന്നുള്ളതാണ്. ക്വാളിഫൈ ആകണം. ഓക്കെ, റെഡി?